Hello. Welcome to market discussion of the day. Today, June 18, 2025, Wednesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാ ചൊവ്വാഴ്ചയും പുതിയ ഒരു ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, അടുത്ത മാസം ജൂലൈ 1 മുതൽ തുടങ്ങുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന പെയ്ഡ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും എന്നെ ബന്ധപ്പെടുക. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്നലെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ഇന്നലെ നമുക്ക് റീറ്റെയിൽ സെയിൽസ് ആയതുകൊണ്ട് അല്ലേ. അപ്പം റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ -0.9% ആണ് റീറ്റെയിൽ സെയിൽസ് വന്നത്. പ്രീവിയസ് -0.1 ഫോർകാസ്റ്റ് വെച്ചിട്ട് -0.3% വരുന്നു. സോ ഭയങ്കരമായ നെഗറ്റീവാണ് US ഡോളറിന് അല്ലേ. സോ പക്ഷേ നേരെ നിങ്ങൾ മാർക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പം എക്കണോമിക്സ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഈ ന്യൂസ് വരുന്ന സമയത്ത് GBP ഒക്കെ താഴോട്ടാണ് പോകേണ്ടത്. ഓക്കെ, സോ ഈ ഒരു ക്യാൻഡിലാണ്. ഓക്കെ, ഇന്നലത്തെ ഈ ക്യാൻഡിലാണ്. സോ ഒറ്റയടിക്ക് മാർക്കറ്റ് താഴോട്ട് പോവുകയും ഓൾമോസ്റ്റ് ഒരു 100-150 പിപ്പോളം ഈ ന്യൂസിന് ശേഷം താഴെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ GBP കണ്ടത്. അതേപോലെ നമുക്ക് യൂറോയിൽ കണ്ടത്. യൂറോയിലും അങ്ങനെ നെഗറ്റീവ് ആയിട്ട് താഴോട്ട് പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത് അല്ലേ. നേരെ നമ്മൾ JPY എടുത്തു കഴിഞ്ഞാൽ JPY വന്നിട്ട് ഈ ന്യൂസ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? JPY മുകളിലോട്ടും പോയി. നോർമലി JPY US ഡോളർ സ്ട്രെങ്തൻ ആകുമ്പോഴാണ് മുകളിലോട്ട് പോകേണ്ടത്. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് സംഭവിച്ചു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ നിന്ന് JPYയുടെ ആ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ, ഇതാണ് ക്യാൻഡിൽ, ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് പോയി ഓൾമോസ്റ്റ് നല്ല ഒരു മൂവ്മെൻറ്റ് JPYയിൽ മുകളിലോട്ടാണ് കിട്ടിയത്. ഗോൾഡ് പിന്നെ അവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുമ്മാ പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്തോ ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു സംഭവമാണ് ഗോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നിരുന്നാലും അപ്പം ഇതാണ് എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്കണോമിക്സ് പ്രകാരം ന്യൂസ് ട്രേഡിങ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, ന്യൂസിൻ്റെ സമയത്ത് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഇന്നത്തെ ഫണ്ടമെൻ്റൽസിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്ന് ഓൾറെഡി നമ്മുടെ യൂറോ സോണിൽ നിന്ന് CPIയുടെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. വലിയ മാറ്റമൊന്നുമില്ല. പ്രീവിയസ് 1.9%, ഫോർകാസ്റ്റ് 1.9%, ആക്ച്വൽ വന്നപ്പോൾ 1.9%. അതുകൊണ്ട് വലിയൊരു മാറ്റമൊന്നും യൂറോയിൽ സംഭവിക്കാനായിട്ട് പോകുന്നില്ല. 1:30 മണിക്ക് നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. എല്ലാ ബുധനാഴ്ചയും വരുന്ന, എല്ലാ വ്യാഴാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു നാളെ US അവധി ആയതുകൊണ്ടായിരിക്കാം ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ബുധനാഴ്ചയാണ് ഉള്ളത്. ഓക്കെ, സോ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇന്ന് വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടിയിരിക്കുന്നു. ഫെഡ് എങ്ങാനും ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റിക്കഴിഞ്ഞാൽ വലിയ ഓട്ടങ്ങൾ നമുക്ക് കാണേണ്ടി വരും. പക്ഷേ അതിനേക്കാട്ടിലും വലിയ ഓട്ടമാണ് അതിനുശേഷമുള്ള FOMC പ്രസ് കോൺഫറൻസിൽ നിന്നുണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. രാത്രി UK ടൈമിംഗ് 7:30 മണിക്കാണ് ഈ ന്യൂസ് വരുന്നത്. അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. നാളെ US അവധിയാണ്. ട്രേഡ് റെക്കമെൻഡേഷൻ ഒന്നും തന്നെ ഇല്ല. കാരണം സിംഗിൾ ക്യാൻഡിൽസ് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോവാം ഉള്ള പോസിബിലിറ്റിയാണ് ഈ പറയുന്ന US ഹോളിഡേയ്സിലുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ ആ ഒരു സമയം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടിട്ട് US ഹോളിഡേയ്സിൽ മാറി നിൽക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലേ. സോ US ഹോളിഡേ ആണ് നാളെ. അതിനുശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് നമുക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും ഉണ്ട്. നമ്മൾ GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും നമുക്കെല്ലാവർക്കും നല്ലത്. പക്ഷേ മറ്റന്നാൾ നമുക്ക് നോർമലി നമുക്കൊരു ഫണ്ടമെൻ്റൽസ് ഒക്കെ നോക്കി ടെക്നിക്കൽസ് മാത്രം കൺസിഡർ ചെയ്ത് ട്രേഡ് ചെയ്ത് പോകാവുന്നൊരു ദിവസമാണ്. അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.
ഓക്കെ, സോ നേരെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരും. ജെ പി വൈ ഇപ്പോൾ 144.934 നിൽക്കുന്നു. എങ്ങോട്ടാണ് പോക്ക് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചാൽ 144 സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. 144 അടുത്തൊക്കെ നമുക്ക് ഈ ഒരു എന്താ പറയുക, മൺഡേ ഒക്കെ നമുക്ക് 144 അടുത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചൊക്കെ ബൈ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 144 അടുത്തുനിന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഒരു 1500 150 പിപ്പിന് മുകളിൽ പ്രോഫിറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, മൺഡേ നമ്മൾ പറഞ്ഞത് അത് തന്നെയാണ്, 144 അവിടുന്ന് ബൈ ചെയ്യാനായിട്ടുള്ള കാര്യമാണ്. എങ്ങാനും മാർക്കറ്റ് താഴെ വീണ് കിട്ടിയാൽ 142 കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നല്ലൊരു ബൈ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് വീണ്ടും എടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോയും 1.15037 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഇന്നലെ മാർക്കറ്റ് താഴെ വീണപ്പോൾ 1.14755 വരെയാണ് പോയത്. ഓക്കെ, നമ്മൾ അവിടുന്ന് ബൈ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും കാരണവശാലും സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ നിന്ന് തൽക്കാലം ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യമാണ്. കാരണം 1.1500 മുകളിലോട്ട് മാർക്കറ്റ് കയറിയോ എന്ന് ചോദിച്ചാൽ കയറിയിട്ടുണ്ടെന്ന് 100% ആയിട്ട് പറയാറായിട്ടുമില്ല. ഓക്കെ, ചിലപ്പോൾ മാർക്കറ്റ് താഴോട്ട് വരാം. ആ ഒരു പോസിബിലിറ്റി തള്ളിക്കളഞ്ഞുകൂടാ എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചിട്ട് മാത്രം ട്രേഡിനകത്തോട്ട് ഇറങ്ങുക. ഓക്കെ, അതാണ് എനിക്ക് യൂറോയുടെ കാര്യത്തിനകത്ത് പറയാനായിട്ടുള്ളത്. നേരെ നമ്മൾ നമ്മുടെ GBPയിലോട്ട് വരുമ്പോൾ GBPയും ഇന്നലെ നമ്മൾ ഒറ്റ ഫ്രീ ഫോൾ ആയിരുന്നു, താഴെ പോയി 1.3400 അവിടുന്ന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ 1.3500 അവിടുന്ന് ബൈ ചെയ്യാം എന്നുള്ള ആൾക്കാർക്ക്. ആ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയിട്ടുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഓക്കെ, അതിങ്ങനെയാണ്, നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ലോസ് വേണം, സ്റ്റോപ്പ് ലോസ് അടിക്കണം, ആ ലോസുകൾ ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വീണ്ടും ഒന്നും കൂടെ നാളെ നമുക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളൊരു തീരുമാനം എടുക്കാനായിട്ട്. അങ്ങനെ എടുത്താൽ പോലും നമുക്ക് 1.3400 അവിടുന്ന് കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് വളരെ ടൈറ്റായിട്ട് 1.3370 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതിയാവും. ഓക്കെ, റീസൺ എന്താ വെച്ചാൽ നമുക്ക് പ്രീവിയസ് ലോ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം പോയിട്ടുള്ളത് നമുക്ക് മെയ് ഡേ ക്യാൻഡിലാണ് കേട്ടത്. ഓക്കെ, 1.33591. ഓക്കെ, അതിൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി ഇരിക്കാം. ഓക്കെ, ഇപ്പോൾ 1.3400 അവിടുന്ന് സ്റ്റോപ്പ് ബൈ എടുക്കുന്ന ആൾക്കാർ 1.3350 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡിൽ നമുക്കിപ്പോൾ കറണ്ട്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 3397 കറണ്ട്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താണ് മാർക്കറ്റ് എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. വാറിൻ്റെ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്, അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് താഴോട്ട് പോകുന്നില്ല. മാർക്കറ്റ് ഇന്നലെ ഒറ്റയടിക്ക് ഒരു ഫ്രീ ഫോൾ നടന്നിട്ടുണ്ടായിരുന്നു, 3368 വന്നിട്ടുണ്ടായിരുന്നു. എങ്ങാനും മാർക്കറ്റ് താഴെ വീണ് കിട്ടിയാൽ 3370 റേഞ്ചിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് 3368 67 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് 3370 നിന്ന് ഒരു പ്രോപ്പർ നല്ലൊരു ബൈ ആയിരിക്കും അത് കേട്ടോ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ബൈ ആയിരിക്കും. ഓക്കെ, ഇല്ല എങ്കിൽ നമുക്ക് മാർക്കറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഓൾമോസ്റ്റ് എല്ലാ ക്യാൻഡിൽസും 3380 മുകളിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഏഷ്യ സെഷൻ ആണെങ്കിലും അതേപോലെ യൂറോപ്പ് സെഷൻ ആണെങ്കിലും എല്ലാം 3380 മുകളിൽ തന്നെയാണ്. അങ്ങനെ അടുത്ത 3380 മുകളിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ നിന്നും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇന്നലെ ഏറ്റവും താഴെ പോയ പോയിന്റിൻ്റെ താഴെ $2 $3 $4 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ട് വെക്കണം. സ്റ്റോപ്പ് ലോസ് വെക്കണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താ വെച്ചാൽ, സപ്പോസ് എങ്ങാനും ഇറാൻ ഇസ്രായേൽ വാർ നടക്കുകയാണല്ലേ, എന്നൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വാറിനകത്ത് ഇറാൻ
വെടി നിർത്തുകയാണ്, ഞങ്ങൾക്ക് വാറിന് താല്പര്യമില്ല എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒറ്റയടിക്ക് താഴെ പോകും. ഓക്കെ, സോ അതേപോലെ തന്നെ എങ്ങാനും നമ്മുടെ US ഈ വാറിനകത്ത് ഇടപെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നേരെ മുകളിലോട്ടും പോകാം. ഓക്കെ, എനിക്ക് തോന്നുന്നത് US ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഭരിക്കുന്ന പാർട്ടിയുടെ അകത്തുള്ള ആൾക്കാർ തന്നെ അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ്ലി US എന്തിനാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ട്. ഓക്കെ, സോ അതേപോലെ US സിറ്റിസൺ ഉക്രൈനിൽ, ഏതോ ഒരു US സിറ്റിസൺ ഉക്രൈനിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ എന്താ പറയുക, അതിനെ തുടർന്നുണ്ടാകുന്ന കാര്യങ്ങൾ എന്താവും എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഓക്കെ, സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യങ്ങളാണ്. വാറിനെ പറ്റി എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, ഇത് മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുക അല്ലേ. വാറിനെ പറ്റി അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ബാക്കി വാർ നമുക്ക് തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല. അപ്ഡേറ്റഡ് ആയിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മുടെ കയ്യിലില്ലാത്ത കാര്യമാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ബൈ പോയിന്റ്സ് നോക്കി ബൈ ചെയ്ത് മുന്നോട്ട് പോകും. ഒരു കാരണവശാലും സെല്ലെടുക്കരുത്. ഇന്നലെ ഞാൻ കുറച്ച് പേരെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രേഡ് എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പല ആൾക്കാർക്കും ചോദിക്കാറുള്ളത്. ട്രേഡ് എങ്ങനെ പോകുന്നു എന്നതിനകത്ത് എനിക്ക് ലോസ് ആണ് ബൈ കൂടുതലുള്ളത് എന്ന് പറയുന്ന ആൾക്കാരടുത്ത് ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ കൂടുതലും സെല്ലാണോ എടുക്കുന്നതെന്ന് ഗോൾഡിൽ. ഓക്കെ, എനിക്കറിയാം നിങ്ങൾ ഗോൾഡായിരിക്കും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾ ഗോൾഡിൽ സെല്ലാണ് കൂടുതൽ എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ലോസേ ഉണ്ടാവുള്ളൂ. കാരണം വി ആർ അഗെയിൻസ്റ്റ് ദ ട്രെൻഡ്. ഓക്കെ, ഓൾവേസ് റിമെമ്പർ ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട്. ട്രെൻഡ് വെച്ചിട്ട് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. താൽക്കാലികമായിട്ട് ഗോൾഡ് അപ് ട്രെൻഡ് ആണ്. ഓക്കെ, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാതിരിക്കുക. ഓക്കെ, യൂറോയും GBPയും അപ് ട്രെൻഡ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്കവിടെ നമ്മൾ പറയുമല്ലോ, നമുക്ക് ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് വെച്ചോണ്ടേ സെല്ലെടുക്കുകയാണെങ്കിൽ യൂറോയിലും GBPയിലും പോകാനായിട്ട് പാടുള്ളൂ. ഓക്കെ, എടുക്കാനായിട്ടുള്ള റിസ്ക് ആണെന്നുണ്ടെങ്കിൽ ബൈ എടുക്കുമ്പോൾ എന്താ പറയുക, ഉറപ്പായിട്ടും വേണം, നമുക്ക് സ്റ്റോപ്പ് ലോസ് വേണം. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കുറേ ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് അത് നമുക്ക് നോക്കി കാണാനായിട്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മാർക്കറ്റ് താഴോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ട്രെൻഡിനനുസരിച്ച് മാത്രം മൂവ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിച്ചു കൊടുക്കുക. കൂടുതൽ ആൾക്കാരെ നമ്മുടെ ഈ കോഴ്സിൽ റെക്കമെൻഡ് ചെയ്യുക, വീഡിയോ അയച്ചു റെക്കമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.